പ്രണയതീരം ഭാഗം 13. കല്യാണിയുടെ കണ്ണുകൾ അപ്പോഴും തന്നെ നോക്കി നിൽക്കുന്ന ആളിലായിരുന്നു. കിച്ചു അവളെ അയാളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. കാർത്തു, നിനക്കിതാരാണെന്ന് മനസ്സിലായോ? കിച്ചു ചോദിച്ചു. ഇല്ല എന്ന ഒരു ചെറിയ മൂളൽ മാത്രം അവളിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇത് ഡോക്ടർ ആദിത്യവർമ്മ, വർമാങ്കിളിൻ്റെയും പാർവതി ആൻറ്റിയുടെയും മകനാണ്, ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്. നിങ്ങൾ ചെറുപ്പത്തിലെങ്ങാണ്ടും കണ്ടതാ അല്ലേടാ ആദി? അപ്പോഴും ആദി കല്യാണിയെ നോക്കി നിൽക്കായിരുന്നു. ആദി, ഇതാണ് ഞങ്ങളുടെ ഒരേയൊരു പെങ്ങൾ, കാർത്തിക മേനോൻ. ഈ തറവാട്ടിലെ ഏക പെൺകുട്ടിയാണ്. ഇവളുടെ കല്യാണത്തിൻ്റെ തീരുമാനങ്ങളും ഉറപ്പിക്കലും ആയിട്ടാണ് നമ്മളെല്ലാവരും കൂടി ഇവിടെ കൂടിയിരിക്കുന്നത്. അത് പറഞ്ഞതും ആദിയിൽ ഒരു ഞെട്ടൽ കല്യാണി കണ്ടു. എടാ ആദി, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഞങ്ങളുടെ പെങ്ങളെ കല്യാണം കഴിച്ചോളാൻ? അപ്പോൾ ഇവൻ മറുപടി പറഞ്ഞില്ല. അപ്പോഴേക്കും മുത്തച്ഛൻ ഇവളുടെ ചെക്കനെ കണ്ടുപിടിച്ച് കഴിഞ്ഞിരുന്നു. ഈ കേട്ടത് വിശ്വസിക്കാൻ പറ്റാതെ പകച്ചു നിൽക്കായിരുന്നു കല്യാണി. ഇനി എന്തായാലും കാർത്തുവിൻ്റെ വിവാഹ നിശ്ചയവും മുത്തച്ഛൻ്റെ പിറന്നാളാഘോഷവും കഴിഞ്ഞ് നമുക്ക് പോകാം. അതുവരെ നിന്റെ തിരക്കെല്ലാം മാറ്റിവെച്ച് നീ കൂടെയുണ്ടാകണം, കിച്ചു പറഞ്ഞു. മക്കളെ, എന്തിനാ മുറ്റത്ത് നിന്ന് വർത്തമാനം പറയുന്നത്? അകത്തേക്ക് കയറി വാ, മുത്തശ്ശി പറഞ്ഞു. വാടാ ആദി, കിഷോർ ആദിയെ വിളിച്ചു. എല്ലാവരും അകത്തേക്ക് കയറിയെങ്കിലും കല്യാണിയും ആദിയും അവിടെ തന്നെ നിന്നു. എല്ലാവരും അകത്തേക്ക് കയറി കഴിഞ്ഞ് ആദി കല്യാണിയുടെ അടുത്തേക്ക് ചെന്നു. ഇതായിരുന്നു അല്ലേ എൻ്റെ ഇഷ്ടത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ, ഒരു വാക്കുപോലും പറയാതെ അവിടെ നിന്നും പോകുന്നത്? തന്നെ കാണാതെ, ഒന്നും മിണ്ടാതെ, തൻ്റെ കാര്യങ്ങളൊന്നും അറിയാതെ എത്രമാത്രം ഞാൻ വിഷമിച്ചു എന്നോ? ആ, ഞാൻ വിഷമിച്ച തനിക്കെന്താ അല്ലേ? താൻ എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, ഞാനത് മറന്നു. എന്തായാലും ഇതെനിക്കിഷ്ടപ്പെട്ടു. കല്യാണിയിൽ നിന്നും കാർത്തികയിലേക്കുള്ള മാറ്റം. കാർത്തുമോളെ വാ, എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കാൻ പോകുന്നു. ആദിയെയും ഒന്ന് ഫ്രഷായിട്ട് വാ, ആമിച്ചെറിയമ്മ പറഞ്ഞു. കല്യാണി വേഗം അകത്തേക്ക് കയറിപ്പോയി. പുറകെ ആദിയും. കാർത്തു, മുകളിലെ മോളുടെ റൂമിൻ്റെ അടുത്തുള്ള മുറിയില്ലേ, അവനത് കാണിച്ചു കൊടുക്കൂ. ആദിമോൻ ആ മുറി ഉപയോഗിക്കട്ടെ, മുത്തശ്ശി പറഞ്ഞു. കാർത്തു ഫ്രഷായിട്ട് വേഗം വന്നോളൂ കേട്ടോ. ആദിമോനും വേഗം പോയിട്ട് വാ. കല്യാണിയുടെ പുറകെ ആദിയും മുകളിലേക്ക് കയറി ചെന്നു. ഒരു മുറിയുടെ വാതിലെത്തിയപ്പോൾ കല്യാണി വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. കല്യാണി ചെന്ന് ജനാലകൾ തുറന്നിട്ടു. ആ മുറിയിൽ വെളിച്ചം നിറഞ്ഞു നിന്നു, കൂടാതെ നല്ല ഇളം കാറ്റും. കല്യാണി ആദിയെ ഒന്ന് നോക്കി. ആദിയുടെ മുഖത്ത് ഒരു ദേഷ്യഭാവമായിരുന്നു. കല്യാണി ഒന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും ആദി ആ കൈകളിൽ പിടിച്ചു. കല്യാണി തിരിഞ്ഞു നോക്കി ആദിയെ. ഞാൻ തന്നെ കല്യാണി എന്ന് വിളിക്കണോ അതോ കാർത്തികയെന്നോ? ഇനി ഇവരൊക്കെ വിളിക്കുന്നത് പോലെ കാർത്തു എന്നോ? കല്യാണി ഒന്നും മിണ്ടാതെ താഴേക്ക് നോക്കി നിന്നു. ആദി അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് അടുപ്പിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു. എൻ്റെ കല്യാണിക്ക് എന്നെ ഇഷ്ടമായിരുന്നു എന്ന് പറയാതെ തന്നെ എനിക്കറിയാമായിരുന്നു. പക്ഷെ കാർത്തികയ്ക്ക് എന്നെ ഇഷ്ടമാണോ എന്നെനിക്കറിയില്ല. കല്യാണി ആദിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. കല്യാണി എന്നതും കാർത്തിക എന്നതും രണ്ട് പേരുകൾ മാത്രമാണ്. പക്ഷേ ആ രണ്ട് പേരുകളും ഒരാളുടെ തന്നെയാണ്. വേദനിപ്പിക്കുമ്പോൾ വേദനിക്കുന്നത് രണ്ടാൾക്കല്ല, ഒരാൾക്കാണ്. കരയിക്കുമ്പോൾ കരയുന്നതും രണ്ടാളല്ല, ഒരാൾ തന്നെയാണ്. അപ്പോഴാണ് താൻ അവളുടെ കൈ നന്നായി മുറുക്കി തന്നെയാണ് പിടിച്ചിരിക്കുന്നത് എന്ന് ആദിക്ക് ഓർമ്മ വന്നത്. അവൻ പെട്ടെന്ന് തന്നെ ആ കൈ വിട്ടു. അവൾ ആ കൈയൊന്ന് കുടഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഒന്നും മിണ്ടാതെ ഇറങ്ങി നടന്നു. താഴെ എല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാൻ ഇരുന്നത്. ആദിയും കല്യാണിയും ഒന്നും മിണ്ടാതെ തന്നെ ഇരുന്നു. കല്യാണിയുടെ മുഖത്തെ മാറ്റം തിരിച്ചറിഞ്ഞ അമ്മ, മോളെ കാർത്തു, എന്തു പറ്റി? ഞങ്ങളുടെ മോൾക്ക് ഒരു സങ്കടമുള്ളത് പോലെ. അപ്പോഴാണ് എല്ലാവരും കല്യാണിയെ നോക്കിയത്. ശരിയാണല്ലോ, എന്തു പറ്റി മോളെ? കിരൺ ചോദിച്ചു. ഒന്നുമില്ല ഏട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഏയ്, ഞങ്ങളുടെ മോളുടെ മുഖം വാടിയ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. കാർ എടുത്തിട്ട് ഇവിടെ വരുന്നത് വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇനി മോൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടോ? എന്നാൽ നമുക്ക് വേറെ വണ്ടി എടുക്കാം, കല്യാൺ പറഞ്ഞു. ഇല്ല കുഞ്ഞേട്ടാ, എനിക്കൊരു സങ്കടവും ഇല്ല. നിങ്ങളെല്ലാവരും എൻ്റെ അടുത്തുള്ളപ്പോൾ ഞാൻ ഹാപ്പിയാണ് ഏട്ടാ. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ ഏറ്റവും വലിയ സന്തോഷത്തിലാണ്.
എനിക്കിങ്ങനെ എല്ലാവരുടെയും കൂടെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നതും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നതും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി, ചുണ്ടുകൾ വിതുമ്പി. അത് കണ്ടപ്പോൾ എല്ലാവരും അവളുടെ ചുറ്റും കൂടി. മുത്തശ്ശിയും ചെറിയമ്മമാരും അവളെ കെട്ടിപ്പിടിക്കാൻ മത്സരിച്ചു. അവരുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. ഏട്ടന്മാരും ചെറിയച്ഛന്മാരും അച്ഛനും അവരെ മാറ്റി അവരുടെ അടുത്ത് ചെന്ന് വിളമ്പിക്കൊടുത്ത ഭക്ഷണം അവൾക്ക് വാരിക്കൊടുത്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് മുത്തശ്ശൻ ഒരു പുഞ്ചിരിയുമായി അവളെ നോക്കിയിരുന്നു, കൂടെ ആദിത്യയും. അവൻ കാണുകയായിരുന്നു അവർക്ക് അവളോടുള്ള സ്നേഹവും കരുതലും, തിരിച്ച് അവൾക്ക് അവരോടുള്ള സ്നേഹവും. ആദിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി കല്യാണി കണ്ടു. തിരിച്ച് അവളും ഒന്ന് പുഞ്ചിരിച്ചു. അവളെ നോക്കുന്നത് കണ്ട ആദി മുഖത്ത് ഗൗരവം നിറച്ചു. എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വിശാലമായ മുറ്റത്ത് ഒരുക്കിയിരിക്കുന്ന പൂന്തോട്ടത്തിൽ ഇരിക്കുന്നതിനായി സെറ്റ് ചെയ്തിരിക്കുന്ന കസേരകളിലും ഊഞ്ഞാലുകളിലും എല്ലാം കൂടി ഇരുന്നു. മുത്തച്ഛൻ്റെ പിറന്നാളാഘോഷവും കാർത്തികയുടെ വിവാഹ നിശ്ചയത്തിൻ്റെ കാര്യങ്ങളുമായിരുന്നു ചർച്ച. 2 ദിവസങ്ങളിലായി പരിപാടി നടത്താൻ തീരുമാനമായി. മുത്തച്ഛൻ്റെ പിറന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം കാർത്തികയുടെ വിവാഹ നിശ്ചയവും. അതിനു മുമ്പ് കാർത്തികയ്ക്ക് ചെക്കനെ കാണാനായിട്ടുള്ള ഒരു പെണ്ണ് കാണൽ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചു. ചെക്കൻ പെണ്ണിനെ നേരത്തെ കണ്ടിട്ടുണ്ട്, പക്ഷേ കാർത്തിക ചെക്കനെ ആദ്യമായിട്ട് കാണാൻ പോകുന്നതായിരുന്നു. നാളെ രാവിലെ പെണ്ണ് കാണാൻ അവർ വരുമെന്ന് മുത്തച്ഛൻ പറഞ്ഞത് കേട്ടപ്പോൾ കല്യാണി ആദിയെ നോക്കി, ആദിയും കല്യാണിയെ നോക്കി. ആദി ഫോൺ നോക്കി അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നത് കണ്ട കല്യാണിക്ക് സങ്കടം തോന്നി. ആദി ഫോണും കൊണ്ട് പറമ്പിലേക്ക് പോകുന്നത് കണ്ട കല്യാണി അവിടെ നിന്നും എഴുന്നേറ്റ് മാറി. എല്ലാവരും പരിപാടികളുടെ ചർച്ചയിലായിരുന്നതിനാൽ കല്യാണി എഴുന്നേറ്റ് പോകുന്നത് അറിഞ്ഞില്ല. കല്യാണി ആദി പോയ ഭാഗത്തേക്ക് നടന്നു. ആദി പുഴവക്കത്തേക്കാണ് പോയതെന്ന് കല്യാണി കണ്ടു. കല്യാണി അടുത്തേക്ക് ചെല്ലുമ്പോൾ ആദി ഫോണിൽ സംസാരിക്കുകയായിരുന്നു. തിരിഞ്ഞു നോക്കാതെ തന്നെ അത് കല്യാണിയാണെന്ന് ആദിക്ക് മനസ്സിലായി. എന്തുപറ്റി? നാളെ കാണാൻ വരുന്ന ചെക്കനെക്കുറിച്ച് എല്ലാവരും പറയുന്നത് കേട്ട് തനിക്ക് അവിടെ തന്നെ ഇരിക്കാൻ തോന്നിയില്ലേ? കല്യാണി ഒന്നും മിണ്ടാതെ തല കുനിച്ച് നിന്നു. ആദി തിരിഞ്ഞു നോക്കുമ്പോൾ കല്യാണി തല കുനിച്ച് നിൽക്കുന്നത് കണ്ടു. ഏയ്, ഇപ്പോഴേ തല കുനിച്ച് നിൽക്കണ്ട കേട്ടോ, ഞാനല്ല തന്നെ കാണാൻ വരുന്നത്. ആ വരുന്ന ചെക്കൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്നാ മതി. ആദി അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദത്തിൽ ദേഷ്യം ഉണ്ടായിരുന്നു. താൻ എന്തിന് ഇങ്ങോട്ട് വന്നത്? അവിടെ ചെന്നിരിക്കുക. തൻ്റെ ചെക്കനെക്കുറിച്ച് എല്ലാവരും പറയുന്നത് കേൾക്ക്. ചെല്ലടോ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, കുറച്ച് ഫോൺ കോൾസ് ചെയ്യാനുണ്ട്, താൻ ചെല്ല്. ആദ്യം അങ്ങനെ പറഞ്ഞ് പുഴക്കടവിലെ പടികളിലേക്ക് ഇറങ്ങാൻ പോയതും കല്യാണി അവൻ്റെ കയ്യിൽ പിടിച്ചതും ഒപ്പമായിരുന്നു. എന്നെ കാണേണ്ട ആൾ നേരത്തെ കണ്ടു കഴിഞ്ഞതാ. എന്നോട് ഇഷ്ടം തുറന്ന് പറയുകയും ചെയ്തു. എനിക്കും അയാളെ... ബാക്കി പറയാതെ അവൾ അവിടെ വെച്ച് നിർത്തി. ആദി തിരിഞ്ഞ് അവളെ നോക്കി. എനിക്കും ഇഷ്ടമാണ് അയാളെ. എൻ്റെ ജീവിതത്തിൽ അയാളല്ലാതെ മറ്റൊരാൾ ഉണ്ടാകില്ല. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. തൻ്റെ ഇഷ്ടം താൻ അയാളോടാണ് തുറന്ന് പറയേണ്ടത്, അല്ലാതെ എന്നോടല്ല, ആദി പറഞ്ഞു. കല്യാണി ആദിയെ നോക്കി. എനിക്ക് ഈ നിൽക്കുന്ന ആദിത്യവർമ്മയാണ് ഇഷ്ടം, മറ്റാരെയും അല്ല. കല്യാണി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ആദിയുടെ ചുണ്ടുകളിൽ ഒരു ചെറിയ പുഞ്ചിരി നിറഞ്ഞു. ആദ്യമായിട്ടാണ് കല്യാണി അവളുടെ ഇഷ്ടം തുറന്ന് പറയുന്നത്. തന്നെ അവൾക്ക് ഇഷ്ടമാണെന്ന് ആദിക്ക് അറിയാമായിരുന്നു. പക്ഷേ അത് അവൾ പറയുന്നത് കേൾക്കാൻ അവൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ആദിയിൽ ചെറിയൊരു പുഞ്ചിരി വിടർന്നു. തന്നെ അവൾക്ക് ഇഷ്ടമാണെന്ന് ആദിക്ക് അറിയാമായിരുന്നു. താൻ ഏറ്റവും കൂടുതൽ കേൾക്കണമെന്ന് ആഗ്രഹിച്ച കാര്യമാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. ആദി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവളും ആദിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഇനിയൊരു പക്ഷേ കാർത്തിക എന്ന എന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല എന്ന് ആദിയുടെ കണ്ണുകളിലേക്ക് നോക്കി പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തുടങ്ങിയിരുന്നു. അവൾ അത്രയും പറഞ്ഞ് പോകാനായി തിരിഞ്ഞതും ആദി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു അവൻ്റെ നെഞ്ചിലേക്കിട്ടു. നിന്റെ പേര് കല്യാണി എന്നാണെങ്കിലും കാർത്തിക എന്നാണെങ്കിലും ഇനി മറ്റൊരു പേരാണെങ്കിലും എനിക്കൊരു കുഴപ്പവുമില്ല. ഞാൻ സ്നേഹിച്ചത് നിന്നെയാണ്, നിന്റെ ഈ കണ്ണുകളെയാണ്, നിന്റെ ഒരു പേരിനെയല്ല. ആദി അവളുടെ മുഖം
കൈകൾ കൊണ്ട് ഉയർത്തി. കല്യാണി കണ്ണുകൾ അടച്ചിരുന്നു. ആദ്യം അവളുടെ കണ്ണുകളിലേക്ക് പതിയെ ഊതി. ഒരു പിടച്ചിലോടെ കല്യാണി കണ്ണുകൾ തുറന്നു അവനെ നോക്കി. ആർക്കും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. അത് നിന്നോടുള്ള ഇഷ്ടം തിരിച്ചറിഞ്ഞ ദിവസം ഞാൻ എടുത്ത തീരുമാനമാണ്. കല്യാണി അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നു. കുറച്ചു സമയം രണ്ടുപേരും അങ്ങനെ തന്നെ നിന്നു. ആദിയുടെ കയ്യിലെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് രണ്ടുപേരും വിട്ടുമാറിയത്. കല്യാണി പോകാൻ തുടങ്ങിയതും ആദി അവളുടെ കയ്യിൽ പിടിച്ചു. ഇനി എപ്പോഴും നീ എൻ്റെ കൂടെ ഉണ്ടാകണം. ഒരു നിമിഷം പോലും നിന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്കാകുന്നില്ല. നിന്നെ കാണാതെ സംസാരിക്കാതെ ഈ 2-3 ദിവസം ഞാൻ എത്രമാത്രം വേദനിച്ചു എന്ന് നിനക്കറിയോ? അന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത് നീ എനിക്ക് എത്ര വിലപ്പെട്ടതായിരുന്നു എന്ന്. നിന്റെ ഇഷ്ടം നിന്റെ വാക്കുകൾ കൊണ്ട് നീ പറഞ്ഞില്ലെങ്കിലും നിന്റെ ഈ കണ്ണുകൾ കൊണ്ട് നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നിന്നെ നഷ്ടപ്പെടില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ആദിയുടെ ഫോൺ റിങ് ചെയ്തത്. കിച്ചു ആണല്ലോ. ഏട്ടനോ? ആദി ഫോൺ എടുത്തു. നീ എവിടെയാ ആദി? കൂടെ കാർത്തുവും ഉണ്ടോ? ആ കിച്ചു, ഞങ്ങൾ രണ്ടുപേരും ചുമ്മാ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. നിങ്ങൾ പരിപാടിയുടെ ചർച്ചയിലായിരുന്നത് കൊണ്ട് ശല്യപ്പെടുത്താതിരുന്നതാ. ശരി ആദി, ഞാൻ കാണാതായതുകൊണ്ട് വിളിച്ചതാ. അല്ല, രണ്ടുപേരും സംസാരിച്ച് നല്ല കൂട്ടുകാരാകാദ്യം, എന്നിട്ട് പതുക്കെ വന്നാൽ മതി. ശരിയുടെ കിച്ചു. ആദി ഫോൺ വെച്ച് കല്യാണിയെ നോക്കി. തൻ്റെ ഏട്ടൻ പറഞ്ഞത് കേട്ടോ, നമ്മളോട് കൂട്ടുകാരാകാൻ. നമ്മൾ കൂട്ടുകാർ മാത്രമല്ല, ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നവരാണെന്ന് ഞാൻ പറയട്ടെ. അല്ലെങ്കിൽ തന്നെ അവൻ എന്നോട് ചോദിച്ചതാ അവൻ്റെ പെങ്ങൾ കാർത്തികയെ വിവാഹം കഴിക്കുമോ എന്ന്. അപ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ കല്യാണി ആയിരുന്നില്ലേ? ഞാനന്ന് മറുപടി കൊടുക്കാതെ നിന്നു. പക്ഷേ ഇന്ന് ഞാൻ അവനോട് അതിനുള്ള മറുപടി കൊടുക്കാൻ പോവുകയാണ്. കല്യാണി ആദിയെ നോക്കി. നിന്റെ ഈ പെങ്ങളെ എനിക്ക് തന്നേക്ക്, ഞാൻ ജീവനായി നോക്കിക്കൊള്ളാം എന്ന് പറയാൻ പോവുകയാണ്. പെട്ടെന്ന് കല്യാണിയുടെ മുഖം മങ്ങി. ഏയ്, എന്തു പറ്റി? നാളെ കാണാൻ വരുന്ന ചെക്കനെക്കുറിച്ച് ഓർത്താണോ എൻ്റെ പെണ്ണിൻ്റെ മുഖം മങ്ങിയത്? ഞാനില്ലേ ഇവിടെ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? നീ മാത്രമല്ല, ഞാനും ഉണ്ട് ഇവിടെ. പെട്ടെന്ന് കല്യാണിയും ആദ്യം തിരിഞ്ഞു നോക്കിയപ്പോൾ കിച്ചു നിൽക്കുന്നു. കിച്ചു, നീ? ആദി ചോദിച്ചു. എന്താടാ ആദി നീ വിചാരിച്ചത്? എനിക്കൊന്നും മനസ്സിലായില്ല എന്നോ? ഞാൻ നിന്നെ വന്ന അന്നു മുതൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വരുന്നത് വരെ വളരെ വിഷമിച്ച് സങ്കടപ്പെട്ടിരുന്ന നീ, ഇവളെ കണ്ടപ്പോഴുള്ള നിന്റെ മുഖഭാവം, നിന്നെ കണ്ടപ്പോൾ ഇവൾക്കുള്ള മാറ്റവും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് നിങ്ങളുടെ പുറകെ തന്നെ ഞാൻ ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ നിന്റെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞപ്പോൾ ഇവൻ്റെ മുഖത്തെ സങ്കടം ഞാൻ കണ്ടിരുന്നു. നാളെ നിന്നെ കാണാൻ ഒരാൾ വരുമെന്നറിഞ്ഞപ്പോൾ ഇവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നതും കുറച്ചു കഴിഞ്ഞ് നീ പോകുന്നതും ഞാൻ കണ്ടു. നിങ്ങൾ പോലും അറിയാതെ നിന്റെ പുറകെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, നിങ്ങൾ പറയുന്നത് എല്ലാം കേട്ടുകൊണ്ട്. ഇനി നിങ്ങൾ പറയണം എങ്ങനെ നിങ്ങൾക്ക് പരിചയമെന്ന്. ആദി കല്യാണിയെ നോക്കി. അവൾ പേടിച്ചു നിൽക്കുന്നത് കണ്ട ആദി അവളുടെ കയ്യിൽ പിടിച്ചു. അവളെ കണ്ണടച്ച് കാണിച്ചു. അത് കണ്ട കിച്ചുവിൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. പക്ഷേ അവനത് അവർ കാണാതെ ഒളിപ്പിച്ച് ഗൗരവത്തിൽ നിന്നു. ആദി കല്യാണിയെ കണ്ടത് മുതലുള്ള കാര്യങ്ങൾ കിച്ചുവിനോട് പറഞ്ഞു. കിച്ചു ഇതെല്ലാം കേട്ട് കണ്ണു തള്ളി നിന്നു. കുറച്ച് കഴിഞ്ഞ്, ഓ, അപ്പോൾ അതുകൊണ്ടാണല്ലേ സാറിന് എൻ്റെ പെങ്ങളെ വിവാഹം കഴിച്ചോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരു മറുപടിയും പറയാതെ ഇരുന്നത്? നിനക്ക് അന്ന് തന്നെ എന്നോട് കല്യാണിയുടെ കാര്യം പറയാമായിരുന്നില്ലേ? എന്തായാലും മുത്തച്ഛൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് മാറ്റാൻ വലിയ പ്രയാസമാണ്. നമുക്കെന്തായാലും നോക്കാം. കല്യാണി ഏട്ടൻ്റെ അടുത്തേക്ക് ചെന്ന് കെട്ടിപ്പിടിച്ചു. ഏട്ടാ, ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കേട്ടാ. കല്യാണി കിച്ചുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇല്ല മോളെ, ഇവനേക്കാൾ നല്ലൊരു ചെക്കനെ നിനക്ക് കിട്ടില്ല മോളെ. അത് എനിക്കും ഏട്ടന്മാർക്കും അറിയാവുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ പെങ്ങളെ കല്യാണം കഴിക്കുമോ എന്ന് ഇവനോട് ചോദിച്ചത്. അന്നവൻ സമ്മതിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾക്ക് മുത്തച്ഛനോട് പറയാമായിരുന്നു. ഇത് പക്ഷേ മുത്തച്ഛൻ ഒരാളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാണ് ഞങ്ങളെ വിളിച്ച് പറഞ്ഞത്. കാർത്തികയ്ക്ക് ഒരു നല്ല ചെക്കനെ കിട്ടി, നിങ്ങളാരും അന്വേഷിക്കേണ്ട, ഞാനിത് ഉറപ്പിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് അച്ഛൻ പോലും അറിയുന്നത്. ഞങ്ങൾ ആരും തന്നെ
പയ്യനെ കണ്ടിട്ടില്ല ഇതുവരെ. മുത്തശ്ശനും ചെറിയച്ഛന്മാരും മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്തായാലും നാളെ കാണാലോ. നമുക്ക് നോക്കാം. കാർത്തു, ഇവനേക്കാളും നല്ലൊരു ചെക്കനാണെങ്കിൽ നമുക്കിവനെ കളയാം. കിച്ചു ഒരു കള്ളച്ചിരിയോടെ കല്യാണിയോട് പറഞ്ഞു. ആദി അവനെ കണ്ണു കുറിപ്പിച്ച് നോക്കി. കിച്ചുവിൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്ന് കല്യാണിയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് ആദി അവനോട് ചേർത്ത് നിർത്തി. ഇവളെന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നോട് പറയാതെ പറഞ്ഞതാണത്. ഞാനത് കേൾക്കാതെ കേട്ടതുമാണ്. അതുകൊണ്ട് എനിക്കുറപ്പാണ് ഇവളുടെ മനസ്സിൽ ഞാനല്ലാതെ മറ്റാരും ഉണ്ടാകില്ല. ഇനി ഉണ്ടാവുകയുമില്ല. കിച്ചു കൈകൾ രണ്ടും കെട്ടി അവരെ നോക്കി നിന്നു. എന്നും നീ ഇവളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കണം കേട്ടോ ആദി. എടാ കിച്ചു, ആർക്ക് വേണ്ടിയും ഒന്നിനു വേണ്ടിയും ഞാൻ ഇവളെ വിട്ടു കൊടുക്കില്ല. പിന്നെ കിച്ചു, നീ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾ എല്ലാവരും കൂടി എന്ന്. അപ്പോൾ ഏട്ടന്മാർ എല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ടാണോ കല്യാണിയെ എനിക്ക് വേണ്ടി ആലോചിച്ചത്? ഏട്ടന്മാർ മാത്രമല്ല ആദിമോനെ, നമ്മുടെ 2 പേരുടെയും അച്ഛനമ്മമാർക്ക് കൂടി ഇതിൽ പങ്കുണ്ട്. കിച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തായാലും നാളെ നമുക്ക് നോക്കാം. ആ ചെക്കൻ വരട്ടെ. വാ, എല്ലാവരും നമ്മളെ അന്വേഷിക്കും. കുറേ നേരമായി അവിടെ നിന്ന് പോന്നിട്ട്, കിച്ചു പറഞ്ഞു. അവിടെ നിന്നും തറവാട്ടിലേക്ക് പോകുമ്പോഴും ആദി അവളുടെ കയ്യിൽ വിട്ടിരുന്നില്ല. ഹായ്. അപ്പോൾ ഈ സ്റ്റോറി പുതിയതായി കേൾക്കുന്നവരും വീണ്ടും ഈ സ്റ്റോറി കേൾക്കുന്നവരും ലൈക്ക് ചെയ്യാനും ഈ സ്റ്റോറിയെക്കുറിച്ചുള്ള അഭിപ്രായം പറയാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.